തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലെ ഡോക്ടറാണ് ഡോക്ടർ അജയൻ. ഒരിക്കലും രാമൻകുട്ടി എന്ന് പറയുന്ന പിതാവ് തൻ്റെ 13-കാരനായിട്ടുള്ള മകനുമായിട്ട് ഡോക്ടർ അജയനെ കാണാനെത്തുന്നുണ്ട്. മകൻ വളരെ തീവ്രമായൊരു രോഗം ബാധിച്ചിരിക്കുകയാണ്. മകൻ്റെ ഓരോ നിമിഷവും കാണാനായിട്ട് പിതാവായ രാമൻകുട്ടി ഇങ്ങനെ വാതിൽ പടിക്കൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ രാമൻകുട്ടി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ, എൻ്റെ മകൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അവൻ്റെ രോഗത്തോട് മരുന്ന് പ്രതികരിക്കുന്നില്ല. അവൻ കുറച്ച് ഉറങ്ങിയിരുന്നെങ്കിൽ അവൻ്റെ രോഗം പെട്ടെന്ന് ഭേദമാകുമായിരുന്നു. അപ്പോൾ അച്ഛനായ രാമൻകുട്ടി പറയുന്നുണ്ട്, അവന് മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അവനെ എന്നോട് ചേർത്ത് കിടത്തിയാൽ അവൻ പെട്ടെന്ന് ഉറങ്ങും. ഞാനൊന്ന് അകത്ത് കയറി അവനെ ഉറക്കിക്കോട്ടെ. അപ്പോൾ ഡോക്ടർ അജയൻ തിരിച്ച് പറയുന്നുണ്ട്, അതൊരിക്കലും പറ്റില്ല, കാരണം മറ്റുള്ള രോഗികൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാകുന്നു. അപ്പോൾ രാമൻകുട്ടി പറയുന്നുണ്ട്, ഡോക്ടർ എനിക്കൊരു സഹായം ചെയ്തു തരണം. അവൻ കിടക്കുന്ന ബെഡിനോടടുത്തൊരു ചുമരില്ലേ, ആ ചുമരിനപ്പുറത്ത് ഈ രാമൻകുട്ടി നിൽക്കുന്നുണ്ടെന്ന് എൻ്റെ മകനോടൊന്ന് പറഞ്ഞു തരണം. പിറ്റേ ദിവസം 12 മണിക്കൂർ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞെത്തുന്ന ഡോക്ടർ അജയൻ കാണുന്നത് ആ ചുമരിൻ്റെ പിന്നാമ്പുറത്ത് ഒരു കുരിശ് പോലെ നിൽക്കുന്ന രാമൻകുട്ടിയാണ്. ഓരോ അച്ഛന്മാരും എങ്ങനെയാണ്, തൻ്റെ മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും അവർ തയ്യാറാണ്. അപ്പോൾ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. ഈ ഒരു ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ചുംബനമെങ്കിലും നമ്മുടെ പിതാക്കന്മാർക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം.